principle of homogeneity of dimensions. Principle of homogeneity of dimensions. ഇത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഇത് പറയുന്നത് ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഇത് ഡയമെൻഷൻസ് ഓഫ് each term of an equation must be same. സപ്പോസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ എല്ലാം ടേംസുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഇതിൽ ഏത് ടേം എടുത്ത് നോക്കിയാലും ഈ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം, ഓരോ ടേം ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഡയമെൻഷൻസ് ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഏത് ടേം എടുത്ത് നോക്കിയാലും അതിൻ്റെ ഡയമെൻഷൻസ്, ഏത് ടേമിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇക്വേഷൻസ് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് 5 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ് നമുക്ക് ആഡ് ചെയ്യാം 8 സെക്കൻഡ്. നേരെ മറിച്ച് 5 ന്യൂട്ടൺ പ്ലസ് 3 സെക്കൻഡ് വി ക്യാനോട്ട് ആഡ്. എന്തുകൊണ്ടാണ്? ഇത് 1 ന്യൂട്ടനും 1 സെക്കൻഡുമാണ്. രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. അപ്പം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് തരത്തിലാണ്. അതേപോലെ തന്നെ ന്യൂട്ടൻ്റെയും സെക്കൻഡിൻ്റെയും ഡയമെൻഷൻസ് ഡിഫറെൻ്റ് ആണ്. ഒന്നിന് ഫോഴ്സിൻ്റെ ഡയമെൻഷനും ഒന്ന് ടൈമിൻ്റെ ഡയമെൻഷനും ആയിരിക്കും. അപ്പം ഈ ഡയമെൻഷനലി കറക്റ്റ് അല്ല. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പം അത് വേറൊരു എക്സാമ്പിൾ 4 സെക്കൻഡ് പ്ലസ് 3 കിലോഗ്രാം. ഒന്ന് മാസിൻ്റെ ടൈമും ഒന്ന് സെക്കൻഡിനെയാണ്. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ദ ഡയമെൻഷൻ, അതാണ് പറയുന്നത്, ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഒരു ഇക്വേഷനിൽ ഏത് ടേം എടുത്ത് നോക്കിയാലും എന്തായിരിക്കണം? ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം പറയുകയാണ് അതിൻ്റെ തിയറി ഇതാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എ ഫിസിക്കൽ ഇക്വേഷൻ വിൽ ബി ഡയമെൻഷനലി കറക്റ്റ്. ഒരു ഫിസിക്കൽ ഇക്വേഷൻ, അതായത് ഫിസിക്സിലെ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെന്ന് പറയണമെങ്കിൽ എന്താണ്? if the dimensions of all the terms occurring in this equation are the same. അതായത് ഒരു ഇക്വേഷൻ തന്നാൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരുന്നാൽ മാത്രമേ ആ ഫിസിക്കൽ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എ ഫിസിക്കൽ ഇക്വേഷൻ വിൽ ബി ഡയമെൻഷനലി കറക്റ്റ് ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് all the terms occurring on the both sides of the equation are the same. അത് സിമ്പിളായിട്ട് പറയുന്നതാണ് the dimensions of each term of an equation must be same. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി ഇതിൻ്റെ രണ്ടൊന്ന് എക്സാമ്പിളും കൂടെ ചെയ്ത് കഴിയുമ്പോൾ തറവായിട്ടും മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ find the dimensions of A and B in V equal to A plus VT. ഇതിൽ V വെലോസിറ്റിയാണ്, എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്, T ടൈമാണ്. പറഞ്ഞത് എന്താണ്? അക്കോർഡിംഗ് ടു
principle of homogeneity of dimensions of each term must be same. അതായത് dimensions of V is equal to dimensions of A is equal to dimensions of BT. ഇത് മൂന്നും സെയിം ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എയും ഡയമെൻഷൻസ് ഓഫ് എയും ഡയമെൻഷൻസ് ഓഫ് ബിയും കണ്ടുപിടിക്കാമല്ലോ. അതായത് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു സെയിം ആസ് ഡയമെൻഷൻസ് ഓഫ് വി. വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ തന്നെയാണ്. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t⁻⁻1), ഡിസ്റ്റൻസ് ബൈ ടൈം. അതേപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ബി ടി ഈസ് ഈക്വൽ ടു സെയിം ആസ് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി, ദറ്റ് ഈസ് ഈക്വൽ ടു L(t⁻⁻1). ഡയമെൻഷൻ ഓഫ് ബി ടി ആണ്. അപ്പം ഡയമെൻഷൻ ഓഫ് ബി എനിക്ക് എങ്ങനെ എഴുതാം? L(t⁻⁻1) ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്ന ടൈമാണ്, അതിൻ്റെ ഡയമെൻഷൻ ടി. അപ്പം ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു L(t⁻²). എയുടെ ഡയമെൻഷനും കിട്ടി, ബിയുടെ ഡയമെൻഷനും കിട്ടി. ഇത് എങ്ങനെയാണ് എയുടെയും ബിയുടെയും ഡയമെൻഷന് കിട്ടിയത്? നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്തു. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കും, ഡയമെൻഷൻസിൽ സെയിം ആയിരിക്കും. അതായത് ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A, B, C, D, E in find the dimensions of A, B, C, D, E in ഈ ഒരു ഇക്വേഷൻ പറയാണ് x ഈക്വൽ ടു A പ്ലസ് BT പ്ലസ് CT² പ്ലസ് DT³ ഡിവൈഡഡ് ബൈ E പ്ലസ് ടി ആണല്ലോ. എങ്ങനെ എഴുതാം നമുക്ക്? ഡയമെൻഷൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് എ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഈക്വൽ ടു എല്ലാം ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് CT² ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് DT³ ഡിവൈഡഡ് ബൈ E പ്ലസ് ടി. ഇനി ഡയമെൻഷൻ ഓഫ് എ കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് എക്സ് തന്നെയാണ്. എന്താണ് ഡയമെൻഷൻ ഓഫ് എക്സ്? എൽ. എക്സ് എന്ന് പറയുന്നത് ലെന്താണ്. ഇനി അടുത്തത് ഡയമെൻഷൻ ഓഫ് ബി കണ്ടുപിടിക്കണം. എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ബി ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ആണ്, എൽ ആണല്ലോ. ദെൻ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? L/T ഈക്വൽ ടു L(t⁻⁻1). അപ്പം എ കിട്ടി, ബി കിട്ടി. ഇനി എനിക്ക് സി ആണ് കാണേണ്ടത്. ഡയമെൻഷൻ ഓഫ് ഇങ്ങനെ എഴുതുക, ഡയമെൻഷൻ ഓഫ് CT² ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ആണ്. അപ്പം CT² എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് സി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ബൈ ഡയമെൻഷൻ ഓഫ് T² ഈക്വൽ ടു എനിക്ക് അങ്ങനെ എഴുതാം L(t⁻⁻2) ആണല്ലോ. അപ്പം എനിക്ക് സിയുടെ ആൻസറും കിട്ടി. ഇനിയുള്ളത് എന്താണ്? ഡിയും ഉണ്ട്, ഇയും ഉണ്ട്. ഇത് ഡയമെൻഷൻ ഓഫ് DT³ ഡിവൈഡഡ് ബൈ E പ്ലസ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് DT³ ഡിവൈഡഡ് ബൈ E പ്ലസ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ആണ്. ഇതിൻ്റെ അകത്ത് രണ്ട് ടേം ഉണ്ട് ആണല്ലോ, ഡിയും ഉണ്ട്, ഇയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏതിൻ്റെ കണ്ടുപിടിക്കും? ഇയുടെ കണ്ടുപിടിക്കണം. ഇയുടെ ഡയമെൻഷൻ ഓഫ് ഇ ഈക്വൽ ടു ഇവിടെ ഒരു രണ്ട് ടേമാണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് ഇ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി. Therefore dimension of E is equal to dimension of T. ഇനി ഡയമെൻഷൻ ഓഫ് DT³ ബൈ E പ്ലസ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. അപ്പോൾ എനിക്ക് ഇയുടെ ഡയമെൻഷൻ കിട്ടി. എങ്ങനെയാണ്? ഡയമെൻഷൻ ഓഫ് ഇ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ആണല്ലോ. ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് ടി ആണ് ഇവിടെ
ആഡ് ചെയ്തേക്കുവാണ് ടേമുകൾ. അപ്പം ആഡ് ചെയ്തേക്കുമ്പം ഇയുടെ അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും ടിക്കും, അല്ലെ ടിയുടെ അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും ഇക്കും ആണല്ലോ. അതായത് ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം എന്നാണ്. ഈ ഒരു ടേമിൻ്റേത് ഇ പ്ലസ് ടി എന്നുണ്ട്. അതായത് വി ക്യാൻ ആഡ് ഓർ സബ്സ്ട്രാക്ട് സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് എപ്പോഴും എന്താണ്? സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം ഇയുടെ കൂടെ ഞാൻ ടി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പം ഇയുടെ ഡയമെൻഷനും എന്തായിരിക്കും? ടിയുടെ അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് ഇ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി അടുത്തത്, ഇനി ഡി ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. ഡയമെൻഷൻ ഓഫ് ഡി ടി ക്യൂബ് ബൈ ഇ പ്ലസ് ടി. ഇയുടെ ഡയമെൻഷൻ എന്താണ്? ടി. ദെയർഫോർ ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എൽ. രണ്ട് ടി എഴുതണ്ടെന്നൊക്കെ തോന്നും. ഇയുടെ ഡയമെൻഷൻ എന്താണ് പറയാം? ഇവിടെ ഇയുടെ ഡയമെൻഷൻ ടി ആണ്, ഇവിടെയും ഒരു ടി ഉണ്ട്. ഇത് രണ്ടും കൂടി 2t എഴുതണ്ടെന്നൊക്കെ തോന്നും. അങ്ങനെ 2 × 2 ടൈംസ് ടി എഴുതണ്ട. എന്താ കാര്യം? ഈ 2 ഒരിക്കലും വാലിഡ് അല്ല. ന്യൂമറിക്കൽ വാല്യൂസ് ഒരിക്കലും ഇതിൽ വാലിഡ് അല്ല. ഓൺലി ഡയമെൻഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ഒരു ടി എടുത്താൽ മതി. ദെൻ ഡി ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? എൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യൽ എൽ ടി ഡിവൈഡഡ് ബൈ ടി എൽ. ഇവിടെ വൃത്തിയായിട്ട് എഴുതാം. ഡി ഈക്വൽ ടു എൽ ടി ഡിവൈഡഡ് ബൈ ടി ക്യൂബ്. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ഡി ഈക്വൽ ടു എൽ ടി റേസ് ടു -2. അപ്പം നമ്മൾ 4 എണ്ണത്തിൻ്റെയും എയുടെയും ബിയുടെയും സിയുടെയും ഡി ഇ 5 എണ്ണത്തിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് the dimensions of AB in the relation P equal to B minus x square by AT, where P is power, x distance, t time. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് വെച്ച് പി മൈനസ് എക്സ് സ്ക്വയർ ബൈ എ ടി എന്ന് എഴുതാം. ആണല്ലോ. എ ടി ഈസ് ഈക്വൽ ടു 0. ഇതിൽ ഡയമെൻഷൻ ഓഫ് ബി മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ബി മൈനസ് തെറ്റിപ്പോയി. ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണല്ലോ. ആഡ് ചെയ്യുക സബ്സ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്ന സെയിം ടേംസുകളാണ്. അപ്പം ഇങ്ങനെ 2 ടേമുകളെ സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ലെന്ത് ആണ്. ഡയമെൻഷൻ ഓഫ് ലെന്ത് സ്ക്വയർ ആണല്ലോ. ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു എൽ സ്ക്വയർ. ദെൻ ഇനി കണ്ടുപിടിക്കേണ്ടത് എയുടെ ഡയമെൻഷനാണ്. അതിനാദ്യം നമുക്ക് പവറിൻ്റെ ഡയമെൻഷൻ അറിയണം. വാട്ട് ഈസ് പവർ? പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണല്ലോ. വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ ടി. ദെയർഫോർ പവറിൻ്റെ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ആണല്ലോ. അപ്പം പവറിൻ്റെ ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു എനിക്കെങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ബി മൈനസ് എക്സ് സ്ക്വയർ ബൈ, ഇവിടെ ടി ഇല്ല, സ്ക്വയർ ഇല്ല, എ ടി ആണല്ലോ. ഡയമെൻഷൻ ഓഫ് പി എനിക്ക് എങ്ങനെ എഴുതാം? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ബി മൈനസ് എക്സ് സ്ക്വയർ, ബിയുടെ എന്താണ്? എൽ സ്ക്വയർ, എക്സ് എൽ സ്ക്വയർ, രണ്ടും എൽ സ്ക്വയർ ബൈ ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ടിയുടെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ടി.
Therefore എയുടെ എനിക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ അകത്തുനിന്ന് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ഇൻറ്റു ടി ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എൽ സ്ക്വയറും കൂടെ പോകും. ഇറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു -1 ഇത് മുകളിലേക്ക് പോകും. ദെൻ ടി -2 ഉണ്ട്, അത് മുകളിൽ പോകുമ്പോൾ ടി സ്ക്വയർ ആവും. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എം സ്ക്വയർ എം റേസ് ടു -1 ടി സ്ക്വയർ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ ബി ഇൻ ദ റിലേഷൻ. അതായത് പ്രൊഡക്റ്റ് എടുക്കണം എ ഇൻറ്റു ബി. ഏതാണ്? എം റേസ് ടു -1 ടി സ്ക്വയർ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ബി ഈസ് എൽ സ്ക്വയർ. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എന്താണ്? എം റേസ് ടു -1 എൽ സ്ക്വയർ ടി സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് എ ബി ഈക്വൽ ടു എം റേസ് ടു -1 എൽ സ്ക്വയർ ടി സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Van der Waals equation for a gas is given by അറിയായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. P plus A by V square into V minus B equal to RT. Find dimension of A and B. ഇതിൽ P എന്ന് പറയുന്നത് എന്താണ്? പ്രഷറാണ്. V വോളിയം, T ടെമ്പറേച്ചർ, R കോൺസ്റ്റൻ്റ് ആണ്. ഇനി കണ്ടുപിടിക്കേണ്ട എന്തിൻ്റെയൊക്കെയാണ്? എയുടെയും ബിയുടെയും. എങ്ങനെ എഴുതാം? ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ ആണല്ലോ. ദെയർഫോർ പി എന്ന് പറയുന്നത് എന്താണ്? പ്രഷറിൻ്റെ ഡയമെൻഷൻ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്താണ്? എം എൽ ടി റേസ് ടു -2 ബൈ എൽ സ്ക്വയർ. ഇപ്പം പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. അപ്പം ഇങ്ങനെ എഴുതാം, എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് എ ബൈ വി എന്ന് പറയുന്നത് വോളിയത്തിൻ്റേത് ഏതാണ്? എൽ ക്യൂബ്, അതിൻ്റെ സ്ക്വയർ. ദെയർഫോർ എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 എൽ റേസ് ടു 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെഴുതാം? എം എൽ റേസ് ടു 5 ടി റേസ് ടു -2. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എ. ഇനി കണ്ടുപിടിക്കുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് ബി. ഡയമെൻഷൻ ഓഫ് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ എഴുതാൻ? എനിക്ക് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. വിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ക്യൂബ്. ദെയർഫോർ ബി ഈക്വൽ ടു എൽ ക്യൂബ്. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് the dimensions of omega and k in y is equal to a sin omega t minus kx. ഇതിൻ്റെ അകത്ത് എന്താണ്? സൈൻ തീറ്റയാണ്. തീറ്റയിൽ എന്തൊക്കെയുണ്ട്? ഒമേഗ ടി മൈനസ് കെ എക്സ്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്നും പറഞ്ഞ് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നു. ഈ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്ത് ക്വാണ്ടിറ്റീസാണ്? ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഈസ് ഈക്വൽ ടു
m0, L0, T0. Dimensions of omega t minus kx is equal to m0, L0, T0. ആണല്ലോ. Therefore, dimension of omega t is equal to എങ്ങനെ എഴുതാം? m0, L0, T0. Therefore, dimension of omega is equal to m0, L0, T0 divided by t. That is t raised to minus 1. Therefore, dimension of omega t raised to minus 1. അടുത്ത എന്തിൻ്റെയാണ്? kx. അതായത് dimension of kx is equal to എന്താണ്? m0, L0, T0. ഓരോ ഏത് ടൈം എടുത്താലും ഡയമെൻഷൻ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. Therefore, dimension of k is equal to m0, L0, T0 divided by L. Therefore, answer is L raised to minus 1. ഇതാണ് find the dimension of omega and k in y equal to a sin omega t minus kx. അടുത്ത question, 6th question. Find the dimensions of a by b in the equation p equal to a minus t square by bx, where p is pressure, then x is distance. മുമ്പത്തെ ചെയ്ത പ്രോബ്ലം അല്ല ഇത്, ടി ടൈം. അവിടെ എ ഇൻറ്റു ബി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്, പി എന്ന് പറയുന്നത് പവറുമായിരുന്നു ഇതിന് മുമ്പ് ചെയ്ത പ്രോബ്ലം. ഇക്വേഷൻ സെയിം പോലെ തോന്നും. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ ബൈ ബി ഇൻ ദ ഇക്വേഷൻ പി ഈക്വൽ ടു എ മൈനസ് ടി സ്ക്വയർ ബൈ ബി സ്ക്വയർ. എങ്ങനെ എഴുതാം എനിക്ക്? ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ഫസ്റ്റ് എനിക്ക് ഈ ടൈം എന്തെന്ന് എഴുതാമല്ലോ. Therefore, dimension of A is equal to dimension of t square, that is t square time. ആണല്ലോ. That is equal to dimension of t square. A യുടെ ആൻസർ കിട്ടി. ഇനി B ആണ് കണ്ടുപിടിക്കേണ്ടത്. B എന്താണ്? Dimension of P is equal to എന്തെഴുതാം? Dimension of P is equal to dimension of A minus t square divided by bx. പവർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്താണ്? എം എൽ ടി റേസ് ടു മൈനസ് ബൈ എൽ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. Therefore, dimension of pressure m l raised to minus 1 t raised to minus 2 equal to dimension of a യും t സ്ക്വയർ എന്താണ്? t സ്ക്വയർ ആണല്ലോ. രണ്ടും സെയിം ആണ്, അത് ഒന്ന് എഴുതിയാൽ മതി. ബൈ ബി എക്സ്, ബി ഇൻറ്റു എൽ. Therefore, dimension of b is equal to t square divided by m l raised to minus 1 t raised to minus 2 l. That is equal to m raised to minus 1, എല്ലും കൂടെ ക്യാൻസലായി പോകും. ഇത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുണ്ട്? ടി റേസ് ടു 4 ആണല്ലോ. ബിയുടെ ഡയമെൻഷന് കിട്ടി. ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ ബൈ ബി. എ ബൈ ബി ഈസ് ഈക്വൽ ടു എന്താണ്? എ എത്ര കിട്ടി? ടി സ്ക്വയർ. ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം റേസ് ടു മൈനസ് 1 t raised to 4, that is equal to m t raised to minus 2. This is the answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1-2 പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നിർത്താം. 7th question. Find the dimensions of a by b in the equation f is equal to a root x plus b t square, where f is force, x is distance,
x6 distance and t is 10. എയും ബിയും കണ്ടുപിടിച്ചിട്ട് എ ബൈ ബി കണ്ടുപിടിക്കണം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എം എൽ ടി റേസ് ടു -2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് റൂട്ട് എക്സ് എൽ റേസ് ടു ഹാഫ് ആണല്ലോ. Therefore, dimension of A is equal to എങ്ങനെ എഴുതാം? ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എൽ റേസ് ടു ഹാഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു ഹാഫ് ടി റേസ് ടു -2. Therefore, dimension of A is equal to m l raised to half t raised to -2. Next is dimension of B t square is equal to dimension of F. ആണല്ലോ. Dimension of B t square, that is dimension of B into dimension of t square equal to dimension of force m l t raised to -2. Therefore, dimension of B equal to dimension of m l t raised to -2 divided by t square. That is dimension of B equal to dimension of m l t raised to -4 ആണല്ലേ. എയും കിട്ടി ബിയും കിട്ടി. ഡയമെൻഷൻ ഓഫ് എയും നമുക്ക് കിട്ടി ബിയും കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ബൈ ബി കണ്ടുപിടിക്കണം. എ ഏതാണ്? എം എൽ റേസ് ടു ഹാഫ് ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എം എൽ ടി റേസ് ടു -4. Therefore, എ ബൈ ബി ഈസ് എം ക്യാൻസൽ, ദെൻ എൽ റേസ് ടു ഹാഫ് എൽ റേസ് ടു -1/2. എൽ മുകളിലേക്ക് പോകുമ്പോൾ -1 ആകും. -1 പ്ലസ് ഹാഫ് -1/2. ടി റേസ് ടു -4 മുകളിൽ പോകുമ്പോൾ +4 ആകും. അപ്പം ടി റേസ് ടു 2. Therefore, dimension of A by B is L raised to -1/2 t square. Next question. Eighth question. Find the dimensions of alpha in P equal to P0 e raised to -alpha t square. ഈ എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നതും എന്താണ്? e raised to I theta is equal to cos theta plus I sin theta ആണ്. അതായത് തീറ്റയാണ് ആണല്ലോ. അപ്പം ഈ എക്സ്പോണൻഷ്യൽ ക്വാണ്ടിറ്റി e raised to -alpha t square is a ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് എങ്ങനെ എഴുതാം? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആകുമ്പം ആൽഫ ടി സ്ക്വയർ ഡയമെൻഷൻ ഓഫ് ആൽഫ ടി സ്ക്വയർ ഈക്വൽ ടു m0 l0 t0. Therefore, dimension of alpha equal to m0 l0 t0 divided by t square. That is equal to dimension of alpha equal to t raised to -2. Answer is t raised to -2. നെക്സ്റ്റ് പ്രോബ്ലം ഇതേപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ ഉള്ള ഒരു പ്രോബ്ലം. ഇത് പലതവണ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. നയൻത് ക്വസ്റ്റ്യൻ ആണ്. നയൻത് ക്വസ്റ്റ്യൻ. Find the dimensions of alpha and beta in P is equal to alpha by beta e raised to -alpha z divided by k theta. ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ദെൻ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് എങ്ങനെ എഴുതാം? ആൽഫ ഇസഡ് ഡിവൈഡഡ് ബൈ കെ തീറ്റ ഈസ് ഈക്വൽ ടു m0 l0 t0. ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. ഇസഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. തീറ്റ ടെമ്പറേച്ചർ, കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്.
അപ്പം നമ്മൾ ഡയമെൻഷൻ ഓഫ് ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? കെ തീറ്റ ബൈ ഇസഡ്. അപ്പം ഇനി അടുത്തത് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് എനർജി ഇ ഇസ് ഈക്വൽ ടു കെ ടി എന്ന് പറയുന്ന റിലേഷനുണ്ട്. അതിൻ്റെ അകത്ത് ഇ ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ടി. കെ ബി ആണ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അപ്പം കെ എങ്ങനെ കണ്ടുപിടിക്കാം? കെ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ഇ ബൈ ടി, എനർജി ബൈ ടൈം. എനർജി എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ബൈ ടി. അപ്പം ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? കെ ടി. ഈ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ് കേട്ടോ. ഈ ടി ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ ടൈമല്ല, അല്ലെങ്കിൽ തീറ്റാൻ തന്നെ എഴുതിയേക്കാം, തീറ്റ. അല്ലെങ്കിൽ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് എനർജി ബൈ ടെമ്പറേച്ചർ, എനർജി ബൈ ടെമ്പറേച്ചറാണ്. ഇത് തീറ്റ ആണ്. എനർജി ബൈ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ റിലേഷൻ ഇ ഈക്വൽ ടു കെ ടി എന്നാണ് പല ടെക്സ്റ്റ് ബുക്കുകളിലും കിടക്കുന്നത്. കെ തീറ്റ എന്ന് ഞാൻ എഴുതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ടൈമും ടിയും കൂടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇ ഈക്വൽ ടു കെ തീറ്റ. ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എനർജി ബൈ ടെമ്പറേച്ചറാണ്. എനർജി എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2, ടെമ്പറേച്ചർ തീറ്റ. എങ്ങനെ എഴുതാം? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 തീറ്റ റേസ് ടു -1. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അതിവിടെ അപ്ലൈ ചെയ്യാം. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 തീറ്റ റേസ് ടു -1 തീറ്റ ഡിവൈഡഡ് ബൈ ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് എൽ ആണല്ലോ. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2. തീറ്റ ക്യാൻസലായിപ്പോയി. ആൽഫയുടെ കിട്ടി. ഇനി ബീറ്റ എനിക്ക് കണ്ടുപിടിക്കണം. ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതെന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് പി ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ ഇൻറ്റു M0 L0 T0 ആണല്ലോ. ഇനി ബീറ്റയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ബീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് പി. ഡയമെൻഷൻ പി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പി പ്രഷറാണ്. പി എന്ന് പറയുന്നത് പ്രഷറാണ്. പി പ്രഷർ. കൺഫ്യൂഷൻ അടിക്കണ്ട. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻ. ഈ ഡയമെൻഷൻ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് റിലേഷൻ, ഇത് പ്രഷർ ഓഫ് എ ഗിവൺ റിലേഷൻ ഈസ് ഗിവൺ ബൈ എന്നും പറഞ്ഞാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. പ്രഷർ പറഞ്ഞിട്ടുണ്ട്. ഇസഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോന്നും എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫയുടെ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ ഇതാണ്, ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എമ്മും പോയി ടി റേസ് ടു -2 ടി റേസ് ടു -2 എൽ മുകളിലേക്ക് പോകും. അപ്പം എൽ റേസ് ടു 1 ആകും. അപ്പം എൽ സ്ക്വയർ. അപ്പം ഡയമെൻഷൻ ഓഫ് ബീറ്റ ഈക്വൽ ടു എൽ സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് ആൽഫ എം എൽ ടി റേസ് ടു -2. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എക്സ്പൊണൻഷ്യൽ ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഫുള്ള് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ്. ആൽഫ ഇസഡ് ഡിവൈഡഡ് ബൈ കെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? M0 L0 T0 ആണ്. ഇത്രയും ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി അടുത്തത് ഇപ്പം നമ്മൾ പഠിച്ചു വെച്ച പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ആ പാർട്ടിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഇവിടുന്ന് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ് എൻട്രൻസ് എക്സാമുകളിൽ.
എന്താണെങ്കിലും മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് അത് എടുത്തു പോയത്. ഇനി അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ആപ്ലിക്കേഷൻസ് ഓഫ് dimensional analysis. Applications of dimensional analysis. First, checking the correctness of an equation. Checking the correctness of an equation. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതിനെയാണ് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഫോർ എ കറക്റ്റ് ഇക്വേഷൻ dimensions of each term on LHS is equal to dimensions of each term on RHS. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ LHSലെ ഡയമെൻഷനും RHSലെ ഓരോ ടേമിൻ്റെ ഡയമെൻഷനിലും സെയിം ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ, S is equal to ut plus half at square. ലോസ് ഓഫ് മോഷനിലെ ഒരു ഇക്വേഷനാണ്. ഇതിൽ എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയാണ്, ടി എന്ന് പറയുന്ന ടൈമാണ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്, ഇ ടി ടൈമാണ്. അപ്പം ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ, ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ്. എങ്ങനെ ഇവിടെ LHS ആദ്യം എടുക്കുക. LHSൽ ഏതാണുള്ളത്? എസ് ആണുള്ളത്. അപ്പം ഡയമെൻഷൻ ഓഫ് എസ് ഈക്വൽ ടു എൽ. ഈ LHSലെ ഇതേ ഡയമെൻഷൻ തന്നെയായിരിക്കണം RHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ. ഞാൻ ഫസ്റ്റ് ടേം എടുക്കുവാണ്. RHSലെ ഫസ്റ്റ് ടേം യു ടി ഏതാണ്? എൽ ടി റേസ് ടു യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ഇനിഷ്യൽ വെലോസിറ്റി എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി. Therefore, dimension of ut equal to L. Dimension of L. അതുപോലെ AT സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? എൽ ടി റേസ് ടു -2. അത് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ടി സ്ക്വയർ, ഓൾസോ എൽ. Therefore, ഈച്ച് ടേം ഇക്വേഷനിൽ എന്താണ്? ഡയമെൻഷൻ സെയിം ആണ്. അതായത് for a correct equation, dimensions of each term on LHS is equal to dimensions of each term on RHS. LHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എടുത്ത് നോക്കണം, RHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എടുത്ത് നോക്കണം, ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എടുത്ത് നോക്കണം. അത് എല്ലാം സെയിം ആയിട്ട് കിട്ടിയാൽ നമുക്ക് എന്തെന്ന് പറയാം? ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. അതിനെയാണ് നമ്മൾ പറയുന്നത് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അത് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അടുത്ത് ചെക്ക് the correctness of an equation. Half mv square is equal to mgh. ഇതിൽ LHS എടുക്കുക. LHSൻ്റെ ഡയമെൻഷൻ എന്താണ്? എം ഹാഫ് എം വി സ്ക്വയർ. വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി. അപ്പം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി RHSൻ്റെ ഡയമെൻഷൻ എത്രയാണ്? എം ജി എച്ചിൻ്റെ ഡയമെൻഷൻ എഴുതണം. എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെന്ത്. അപ്പോൾ എത്രയാണ് ഡയമെൻഷൻ? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. LHS ഈക്വൽ ടു RHS. അപ്പം ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. ഇനി നെക്സ്റ്റ്
check the correctness of an equation. Question ഇതാണ്, if s is equal to half mv square minus half mu square. F എന്ന് പറയുന്നത് ഫോഴ്സ്, എസ് ഡിസ്പ്ലേസ്മെൻറ്റ്, എം മാസ്, വി വെലോസിറ്റി, ഇവിടെ എം മാസ്, വി യു ഓൾസോ വെലോസിറ്റി. ഈ വി ഇങ്ങനെ എഴുതുന്ന വി, ഈ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, ഈ യു ഇനിഷ്യൽ വെലോസിറ്റി. ഫോഴ്സിൻ്റെ ഓരോ ടൈമിൻ്റെയും ഡയമെൻഷൻ എൽ എച്ച് എസിൻ്റെ ആദ്യം എടുക്കുക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എൽ. ഡയമെൻഷൻ ഓഫ് എഫ് എസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ദെൻ അടുത്തത് ഹാഫ് എം വി സ്ക്വയർ. ഇതാണ്. ഹാഫൊന്നും കൺസിഡർ ചെയ്യേണ്ട ഡയമെൻഷൻ എടുക്കുമ്പോൾ ഉള്ളി ഈ ക്വാണ്ടിറ്റീസ് മാത്രം, എം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈക്വൽ ടു എം വി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. അപ്പം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണല്ലോ. ദെൻ ഹാഫ് എം യു സ്ക്വയർ, that is equal to m into L t raised to -1 whole square, that is equal to dimension of m L square t raised to -2. അപ്പം ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് നോക്കുക. എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും ഈ ആർ എച്ച് എസിലെ ഓരോ ടേം എടുത്താലും കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. അടുത്ത ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഫോർത്ത് വൺ, t equal to 2 pi into root of LG. ഈ ഇക്വേഷൻ ഫെമിലിയർ ആയിരിക്കും എല്ലാവർക്കും. ഏത് ഇക്വേഷനാണ്, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതിൽ എൽ എച്ച് എസ് എടുക്കുകയാണ് ടി. അപ്പം എൻ്റെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ്. എൻ്റെ ഡയമെൻഷൻ എന്താണ്, ടൈമിൻ്റേത് ഡയമെൻഷൻ ഓഫ് ടി. ഇനി ആർ എച്ച് എസ് എടുക്കണം. ആർ എച്ച് എസ് 2 പൈ എടുക്കണ്ട, വേണ്ടല്ലോ, അത് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ കാര്യം എടുക്കണ്ട. എൽ എച്ച് എസ് എടുത്ത് ഇനി ആർ എച്ച് എസിൻ്റേത് എടുക്കണം. ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ എന്താണ്, ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് എൽ ബൈ ജി. അതിനെ എനിക്ക് ഡയമെൻഷൻ ഓഫ് എല്ലിനെ എങ്ങനെ എഴുതാം, എൽ റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ജി റേസ് ടു ഹാഫ് എന്ന് എഴുതാം. റൂട്ട് എഴുതിയിട്ട് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എക്സ് റേസ് ടു ഹാഫ് എന്നാണ്. അപ്പം അതേ രീതിയിൽ ഞാൻ ഇത് എഴുതിയേക്കാണ്, റൂട്ട് എൽ റേസ് ടു ഹാഫ് ബൈ ജി റേസ് ടു ഹാഫ്. അപ്പം എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പം എൽ റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം എൽ ടി റേസ് ടു -2 ഓൾ റേസ് ടു ഹാഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ എൽ റേസ് ടു ഹാഫ് ഇൻറ്റു ടി റേസ് ടു -2 ഇൻറ്റു ഹാഫ്, ഇതാണ് -1 ആണല്ലോ. ഇതും ക്യാൻസലായിപ്പോയി. ദെയർഫോർ ഇത് ടി താഴെ കിടക്കുന്ന ടി മുകളിൽ വന്നു കഴിയുമ്പോൾ പോസിറ്റീവ് ആകും, -1 എന്നുള്ള +1 ആകും. ദെയർഫോർ ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് എൽ ബൈ ജി ഈസ് ഡയമെൻഷൻ ഓഫ് ടി. അപ്പം എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആയിട്ട് കിട്ടി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചപ്പം ആദ്യം പഠിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കുറിച്ചാണ്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, എൻ ഇൻറ്റു ന്യൂ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് എത്ര യൂണിറ്റ് വരുന്നു എന്നാണ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടൈംസും ന്യൂമറിക്കൽ വാല്യൂ ആണ്. യു എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് നടക്കുമ്പം ഒരു സിസ്റ്റത്തിൽ നിന്ന് എസ് ഐ യൂണിറ്റിൽ നിന്ന് സി ജി എസ് സിസ്റ്റത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ സി ജി എസിൽ നിന്ന് എസ് ഐയിലേക്ക് മാറ്റുമ്പോൾ എന്താണ് കൺവേർഷൻ നടത്തുന്നത്, എങ്ങനെയാണെന്നാണ് നമ്മളിതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്,
ഫിസിക്കൽ ക്വാണ്ടിറ്റി N1 U1 ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേറൊരെണ്ണത്തിലേക്ക് മാറുമ്പം N2 U2 ആയി മാറും. അതെന്ന് പറയുന്നത് N1 U1 ഈക്വൽ ടു N2 U2 ആയിരിക്കും. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. അതായത് ഇപ്പം 1 മീറ്റർ, ഇത് 1 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അതിനെ എനിക്ക് 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. 100 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് SI യൂണിറ്റിലും ഇതെന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലുമാണ്. ഇതിനെയാണ് പറയുന്നത് 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ് ആണല്ലോ. എൻ്റെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, N1 U1 ഈക്വൽ ടു N2 U2. ഈ N1 U1 എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ N ടൈംസ് U ആണ്. അതായത് യൂണിറ്റ് N ടൈംസ് യൂണിറ്റ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകും. അതായത് മാസ് ഈക്വൽ ടു, മാസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആണല്ലോ. മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് 100 കിലോ. 100 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ, U എന്ന് പറയുന്നത് യൂണിറ്റ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിൻ്റെ എക്സാമ്പിൾ. convert 1 Newton to how many dynes? അതായത് 1 SI യൂണിറ്റും 1 CGS സിസ്റ്റത്തിലുമാണ് ആണല്ലോ. ഇവിടെ നമ്മൾ N1 ന്യൂട്ടനാണ്. 1 ന്യൂട്ടൺ എത്ര ഡൈൻസ് ആണെന്നാണ് N2 കണ്ടുപിടിക്കണം. convert 1 Newton to how many dynes? ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഫോഴ്സാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ഇത് 1 SI യൂണിറ്റിലും 1 CGS സിസ്റ്റത്തിലുമാണ്. ഫസ്റ്റിൽ N1 ഈക്വൽ ടു 1 ന്യൂട്ടനാണ്. 1 ന്യൂട്ടനാണ്. ദെൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ML_T⁻². ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ML_T⁻⁻1 ആണ്. അപ്പം N1 1 ആണ്, N2 നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ദെൻ M എത്രയാണ്? M എന്ന് പറയുന്നത് SI യൂണിറ്റിൽ 1 കിലോഗ്രാം. M1. M2 എത്രയാണ്? 1 ഗ്രാം. ദെൻ T എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ. L1 എന്ന് പറയുന്നത് 1 മീറ്റർ. L2 എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. ദെൻ ടൈം. T1 എന്ന് പറയുന്നത് 1 സെക്കൻഡ്. T2 എന്ന് പറയുന്നതും 1 സെക്കൻഡ്. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു അനദറിലെ കണ്ടീഷൻ എന്താണ്? N1 U1 ഈക്വൽ ടു N2 U2. N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N2 ഈക്വൽ ടു N1 U1 ബൈ N2 ആണല്ലോ. ഇനി N2 ഈസ് ഈക്വൽ ടു N1 1 ഇൻറ്റു U1. U1 എന്ന് പറയുന്നതാണ് യൂണിറ്റ്സുകൾ. MLT ആണ്. അതിനെങ്ങനെ എഴുതാം? M1 ബൈ M2 ഇൻറ്റു L1 ബൈ L2 ഇൻറ്റു T1 ബൈ T2 ഓൾ റേസ് ടു -2. എങ്ങനെയാണ്? ML_T⁻². ദെയർഫോർ N2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു M1 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ബൈ 1 ഗ്രാം ഇൻറ്റു L1. L1 എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ ബൈ 1 സെൻറ്റിമീറ്റർ ഇൻറ്റു T1 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് T⁻². ദെയർഫോർ N2 ഈക്വൽ ടു 1 ഇൻറ്റു എനിക്ക് എന്തിലേക്ക് മാറ്റേണ്ടത്? CGS യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ എനിക്ക് കിലോഗ്രാമിനെ എന്താക്കി മാറ്റണം? ഗ്രാം ആക്കി മാറ്റണം. ദെയർഫോർ 10⁻³ ഗ്രാം ബൈ 1 ഗ്രാം ഇൻറ്റു
1 മീറ്റർ ഏതാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 10 സ്ക്വയർ. 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1. ഇതും കൂടെ ക്യാൻസലായിപ്പോൾ. ദെയർഫോർ N2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? 10⁵. ദെയർഫോർ 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ടൈംസ് ആണല്ലോ. അതായത് N1 U1 ഈക്വൽ ടു N2 U2. U2 എന്ന് പറയുന്നത് ഏതാ? CGS സിസ്റ്റത്തിലേത് ക്വാണ്ടിറ്റി. ഇതെന്ന് പറയുന്നത് SI യൂണിറ്റ്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അനദർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇതിനെയാണ് കൺവേർഷൻ ഓഫ് 1 യൂണിറ്റ്സ് ടു അനദർ യൂണിറ്റ്സ്. 1 ന്യൂട്ടൺ ടു 10⁵ ടൈംസ് എന്ന് കിട്ടും. മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. The value of G is equal to എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് 6.67 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ഇൻ SI യൂണിറ്റ് ആണല്ലോ. SI യൂണിറ്റ്. Find the value of G in CGS യൂണിറ്റ്. ഇത് കണ്ടുപിടിക്കണം. നമുക്കറിയാം ജിയുടെ ഡയമെൻഷൻ ആദ്യം നമുക്ക് വേണം. എന്താണ് ജിയുടെ ഡയമെൻഷൻ? ആദ്യം റിലേഷൻ എഴുതാം. F ഈക്വൽ ടു G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ R², വെയർ ഡയമെൻഷൻ ഓഫ് G എനിക്ക് എങ്ങനെ എഴുതാം? F R² ഡിവൈഡഡ് ബൈ M1 M2. That is equal to ml t⁻² R² L² divided by m². Therefore, dimension of G is equal to m⁻⁻1 L³ t⁻². Dimension of G കിട്ടി. ഇനി ഡയമെൻഷൻ ഓഫ് G കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത എന്താണ്? SI യൂണിറ്റിൽ നിന്ന് CGS സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി അതിൻ്റെ അകത്ത് N1 തന്നിട്ടുണ്ട്. N1 ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടല്ലോ. SI യൂണിറ്റിലെ N1 ഇതിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. N1 6.67 ഇൻറ്റു 10⁻11. M1 എത്രയാണ്? M1 ഈക്വൽ ടു 1 കിലോഗ്രാം. ദെൻ L എന്ന് പറയുന്നത് 1 മീറ്റർ. 1 മീറ്റർ. T ഈസ് ഈക്വൽ ടു 1s. ഇനി അടുത്തത് CGSലെ N2 കണ്ടുപിടിക്കണം. CGSൽ M1ൻ്റെ വാല്യൂ 1 ഗ്രാം ആണ്. L എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. സോറി, M1 അല്ല, M2 ആണ്. M2 ഇവിടെ L1 T1. T2 ഈക്വൽ ടു 1 സെക്കൻഡ്. എന്താണ് കൺവേർഷൻ ഓഫ് 1 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു അനദറിലെ കണ്ടീഷൻ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ച ഡെഫിനേഷൻ N1 U1 ഈക്വൽ ടു N2 U2. N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? N1 U1 ബൈ U2 ആണല്ലോ. അപ്പം N1 U1 ബൈ U2. Therefore N2 ഈസ് ഈക്വൽ ടു N1 6.67 ഇൻറ്റു 10⁻11 ഇൻറ്റു യൂണിറ്റ് U1 ബൈ U2. യൂണിറ്റ് ഏതാ? M1 ബൈ M2 ഇൻറ്റു L1 ബൈ L2 ഇൻറ്റു T1 ബൈ T2. M-ൻ്റെ പവർ എത്രയാണ്? -1. L-ൻ്റെ എത്രയാണ്? 3. T-യുടെ എത്രയാണ്? -2. That is equal to N2 is equal to 6.67 ഇൻറ്റു 10⁻11 ഇൻറ്റു M1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോഗ്രാം. 1 കിലോഗ്രാമിന് എങ്ങനെ എഴുതാം? 10⁻³ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം ഇൻറ്റു L എന്ന് പറയുന്നത് 10⁻² സെൻറ്റിമീറ്റർ ബൈ 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് (2). ഇവിടെ 3, ഇവിടെ -1.
that is n2 is equal to 6.67 into 10 raised to minus 11 into 10 raised to 3 all raised to minus 1. എങ്ങനെ എഴുതാം? 10 raised to minus 1. അപ്പം 1 by 10 raised to 3 into 10 square, that is 10 raised to 6 ആണല്ലോ. 10 raised to 6. 10 raised to 6 ഇത് ക്യാൻസൽ ആയിപ്പോയി. That is n2 is equal to 6.67 into 10 raised to minus 11 into 10 raised to 3. 10 raised to 3. Therefore, n2 is equal to 6.67 into 10 raised to എത്ര വരും? 8. എങ്ങനെയാണ് യൂണിറ്റ്സ്? എങ്ങനെയാണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഇവിടെ CGS സിസ്റ്റത്തിലാകുമ്പോൾ യൂണിറ്റ്സ് എന്താണ്? ഡൈൻ. മീറ്ററിൻ്റെ എന്തായി മാറും? സെൻറ്റിമീറ്റർ സ്ക്വയർ. കിലോഗ്രാം എന്തായി മാറും? ഗ്രാം സ്ക്വയർ. അതായത് n2 ഈക്വൽ ടു 6.67 ഇൻറ്റു 10 raised to minus 8 ആണ്. 10 raised to minus 8 ഡൈൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഗ്രാം സ്ക്വയർ. ദിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു അനദർ. രണ്ട് ആപ്ലിക്കേഷനാണ് പഠിച്ചത്. ഡയമെൻഷൻസിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. രണ്ടാമത്തേത് കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു അനദർ. ആദ്യം നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്.